സൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ്. പക്ഷേ ഇത്തരത്തിൽ മതവിശ്വാസികളും തിങ്ങിപ്പാർക്കുന്ന സമൂഹത്തിൽ ചില സംഭവവികാസങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം പരിശോധിക്കുമ്പോഴാണ്, ആത്മാപരിശോധന നടത്തുമ്പോഴാണ്, ആത്മാവിചിന്തനം നടത്തുമ്പോഴാണ് നാം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയും നാം അനുഷ്ഠിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം പൂർണ്ണമായും അത് സ്വായത്തമാക്കുവാനും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ആത്മാപരിശോധന നടത്തേണ്ടത്. പൂർണ്ണമായും അത് സ്വായത്തമാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താമാധ്യമങ്ങളുടെയും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവവികാസങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിവേകവും വിശേഷബുദ്ധിയുമുള്ള മനുഷ്യൻ അവന്റെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ, അർത്ഥസമ്പുഷ്ടമാക്കുവാൻ നമുക്ക് സത്യദർശികളായ, ഈശ്വരദർശികളായ ആചാര്യന്മാരും ഗുരുക്കന്മാരും മതപണ്ഡിതന്മാരും നൽകിയിട്ടുള്ള മഹത്തായ ആശയങ്ങളെ സംബന്ധിച്ച്, ആദർശങ്ങളെ സംബന്ധിച്ച്, ഉദ്ബോധനങ്ങളെ സംബന്ധിച്ച് വിശ്വാസ സമൂഹത്തിന് അവബോധം കൊടുക്കേണ്ട ചരിത്രപരമായ കടമ, ചരിത്രപരമായ ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള യാത്രകളിലൂടെ മഹത്തായ ഉദ്ബോധനങ്ങൾ, നാം വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെയും നാം അനുഷ്ഠിക്കുന്ന ആചാര സംഹിതകളെയും എല്ലാം കൂടുതൽ ദൃഢീകരിക്കുവാനും സംശീകരിക്കുവാനും നമുക്ക് കഴിയണം. കാരണം നാം ഇന്നൊരു നൂറ്റാണ്ടിലേക്ക്, ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക്, ഒരു പുതിയ സഹസ്രാബ്ദത്തിലേക്ക് നാം കാൽവെച്ചിരിക്കുകയാണ്. നമ്മുടെ പുതിയ നൂറ്റാണ്ടെന്ന് പറയുന്നത്, നമ്മുടെ പുതിയ സഹസ്രാബ്ദം എന്ന് പറയുന്നത് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയും ഉയർച്ചയും എല്ലാം നമ്മുടെ ഭൗതിക ജീവിതത്തെ എത്രമാത്രം സുഖപൂർണമാക്കാമോ അത്രമാത്രം സുഖപൂർണമാക്കാനും ആനന്ദപൂർണമാക്കാനും ഇന്ന് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയും ഉയർച്ചയും നമുക്ക് പ്രയോജനം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന അവന്റെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സത്യദർശികളായ, ഈശ്വരദർശികളായ അഖീശ്വരന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉപനിഷത്തിന്റെ പ്രഖ്യാപനം തന്നെ ഇതിലേക്കാണ് പ്രകാശം പരത്തുന്നത്. ഉപനിഷത്തിലെ മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നത് യഥാ കർമ്മവത് ആകാശം വേക്ഷിഷന്തി മാനവാഹ തഥാദേവ അവിജ്ഞായോ ദുഃഖസ്യന്തോ ഭവിഷ്യതി. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ഈ നീലാകാശത്തെ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഫലമായി ഒരു തോൽക്കഷണത്തെ പോലെ ചുരുട്ടി മാറ്റിയേക്കാം. പക്ഷേ മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന അവന്റെ ആന്തരികമായ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കഴിയുന്നില്ല എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സത്യദർശികളായ ഋഷീശ്വരന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹത്തായ ബോധനമാണ് ഈ ശാസ്ത്രയുഗത്തിലും നിലനിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയും ഉയർച്ചയും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ നന്മയിൽ ഊന്നിയ ജീവിതമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ മനുഷ്യ നന്മയിൽ ഊന്നി നിന്നുകൊണ്ട് മാനുഷിക മൂല്യങ്ങളെയും ജീവിത മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം. മാനുഷിക മൂല്യങ്ങളെയും ജീവിത മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുവാനാണ്
മതങ്ങളും മതദർശനവും മതാചാര്യന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യനായി നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യരൂപേണേ മൃഗാസരന്തി എന്ന് പറയുന്നത് പോലെ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളായി മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. മനുഷ്യരൂപത്തിലുള്ള മനുഷ്യനായി ജീവിക്കുവാൻ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ അവസ്ഥാവിശേഷത്തിലേക്കാണ് നാം നീങ്ങേണ്ടത്, പോകേണ്ടത്, സ്വായത്തമാക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് അജ്ഞാനമാണ്, അവിദ്യയാണ്. ജ്ഞാനത്തിന്റെ പ്രകാശത്തിലൂടെ, അറിവിന്റെ പ്രകാശത്തിലൂടെ മാത്രമേ ജീവിത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവതാര പുരുഷനും 21-ാം നൂറ്റാണ്ടിന്റെ ദീർഘദർശിയുമായ ശ്രീനാരായണ ഗുരുദേവൻ, യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ ഈ സാമൂഹിക പശ്ചാത്തലത്തെ, അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തെ നോക്കിക്കൊണ്ട് ഈ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനാണ്. വിദ്യയിലൂടെ മാത്രമേ, അറിവിലൂടെ മാത്രമേ, ജ്ഞാനത്തിലൂടെ മാത്രമേ സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയുള്ളൂവെന്ന് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ഗുരുവിന്റെ ആ മഹത്തായ ഉദ്ബോധനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസപരമായ ഔന്നത്യം വളരെ മുന്നേറുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ ഔന്നത്യമുള്ള കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമവികാസങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് വിദ്യയിലൂടെ വിവേകം സമാർജിക്കുന്ന, വിദ്യയിലൂടെ തിരിച്ചറിവ് സമാർജിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇന്ന് കാലഘട്ടത്തിന് അനിവാര്യം, ആവശ്യത. അങ്ങനെ തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസത്തിലൂടെ ഒരു മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. അത് മതങ്ങളും ദർശനങ്ങളും മതാചാര്യന്മാരും നൽകുന്ന മഹത്തായ ബോധനങ്ങൾ സാംസ്വീകരിച്ചുകൊണ്ട് സ്വായത്തമാക്കുവാൻ കഴിയട്ടെ. ഈ കേരള യാത്ര ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ സന്ദേശത്തെ അനർത്ഥമാക്കുവാനും സ്വായത്തമാക്കുവാനും കഴിയട്ടെ. അതിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.